രാഹുലിന് ജാമ്യം ഇന്ന് 11-അറിയാം. രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യ ഹർജിയിൽ വിധി ഇന്നലെ 2 മണിക്കൂറോളം ഇരുഭാഗങ്ങളും തമ്മിൽ നടത്തിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. അടച്ചിട്ട കോടതി മുറിയിൽ രാഹുലിൻ്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും തമ്മിൽ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നു. പ്രോസിക്യൂഷനു വേണ്ടി APP MG ദേവിയാണ് ഹാജരായത്. രാഹുലിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറും. പരാതിക്കാരിയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കുവാൻ വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്നാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത്. മജിസ്ട്രേറ്റ് രാഹുലിൻ്റെ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിനോട് വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണമോ എന്ന് ചോദിച്ചു. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട കോടതി മുറിയിൽ ആകുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. ഇതോടെ കേസ് പിന്നീട് വിളിക്കുവാൻ മാറ്റി കോടതി മുറിയിൽ നിന്ന് കേസുമായി ബന്ധമില്ലാത്ത എല്ലാവരെയും പുറത്തിറക്കിയ ശേഷമാണ് തുടർവാദം നടന്നത്. വാദം തുടങ്ങിയ ഉടനെ മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. ഇത് സെഷൻസ് കോടതി പരിഗണിക്കേണ്ട വിഷയമാണെന്ന് വാദിച്ചു. എന്നാൽ ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ് ഉൾപ്പെടെ ഉന്നയിച്ച് മജിസ്ട്രേറ്റ് കോടതിക്കും ഈ കേസ് പരിഗണിക്കാമെന്ന് ശാസ്തമംഗലം അജിത് കുമാർ കോടതിയെ ബോധിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും അവരുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം വോയിസ് ക്ലിപ്പുകളടക്കം കോടതിക്ക് നൽകി. രാഹുലിനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന് വരുത്തി തീർക്കുവാനാണ് കോടതിയിൽ ശ്രമമുണ്ടായത്. തുടർച്ചയായി കള്ളക്കേസുകൾ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാണ്. രാഹുലിന് ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ കോടതിയെ അദ്ദേഹം സമീപിക്കും. നിലവിൽ മാവേലിക്കര ജയിലിലാണ് രാഹുൽ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവർക്കെതിരെയും രാഹുലിന് അനുകൂലമായി വാർത്ത കൊടുക്കുന്നവർക്കെതിരെയും പോലീസിനെ കൊണ്ട് പിണറായി വിജയൻ പരാതിക്കാരിയെ അപമാനിക്കുവാൻ ശ്രമിച്ചു, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് സ്വമേധയാ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ട് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനോട് ചോദിക്കുവാനുള്ളത്, വിജയ, തൻ്റെ തിരക്കഥയനുസരിച്ച് വാർത്ത നൽകിയില്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുമോ? ഇവിടെ നിയമ സംവിധാനങ്ങളൊന്നുമില്ലേ? വെറും കുറ്റാരോപിതനായ രാഹുലിൻ്റെ ഭാഗവും ആരെങ്കിലുമൊക്കെ പറയണ്ടേ വിജയ? പോലീസിനെ വെറും അന്തം കമ്മി അടിമകളാക്കിയാൽ അവർ കോടതിയിൽ നാണം കെടില്ലേ? ജനങ്ങൾക്ക് ഈ സംവിധാനത്തോടുള്ള വില പോകില്ലേ? പ്രതികാരം ചെയ്യുവാൻ, രാഷ്ട്രീയ വിരോധം തീർക്കുവാൻ ഭാരതീയ ന്യായ സംഹിതയെ ഉപയോഗിച്ചാൽ വിജയ താൻ കോടതിയിൽ നാണം കെടില്ലേ? പിണറായി വിജയ, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സിൻഡിക്കേറ്റിനൊപ്പം നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ക്രിപ്റ്റ് മാത്രം വായിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? സത്യം പറയുവാൻ ഭയപ്പെടാത്ത മാധ്യമപ്രവർത്തകരും ഇവിടെയുണ്ട്. സത്യം പറയുവാൻ ഞങ്ങൾക്ക് ഒരു പിണറായി വിജയൻ്റെയും ഒരു ശശിയുടെയും ഒത്താശ വേണ്ട എന്ന് നിങ്ങൾ അറിയുക. വിരട്ട് വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പോലീസ് സേനയെ വെറും അന്തം കമ്മികളുടെ അടിമകളാക്കരുത്, ഗുണ്ടകളാക്കരുത്. മുകളിലുള്ളവന്മാരുടെ വാക്കുകൾ കേട്ട് ചാടിത്തുള്ളി പോലീസ് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ കള്ളക്കേസൊക്കെ കോടതിയിൽ പൊളിയും. അന്ന് ഈ ഉത്തരവിട്ടവന്മാർ ഒന്നും കാണില്ല എന്ന്. മുമ്പ് അപ്രകാരം ഉത്തരവിറക്കിയവന്മാരൊക്കെ ഇന്ന് എവിടെയാണ്, അവന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് ഓർക്കുന്നത് കൊള്ളാം. അതുകൊണ്ട് വിരട്ടൊന്നും വേണ്ട വിജയ. അതുപോലെ ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞങ്ങളെപ്പോലെ സത്യം പറയുന്നവരുടെ വായി മുടിക്കെട്ടുവാൻ ബഹുമാനപ്പെട്ട കോടതി അടക്കം കൂട്ടുനിന്നാൽ ഇവിടെ എതിർസ്വരമില്ലാതെയാകും. ഞങ്ങളും മറ്റുള്ളവന്മാരെ പോലെ ഇവന്മാരുടെ ചെരുപ്പ് നക്കാൻ നിർബന്ധിതരാകും. ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും എന്നെപ്പോലെയുള്ളവർക്ക്, i2i ന്യൂസിനെ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഭയരഹിതമായി സത്യം വിളിച്ചു പറയുവാൻ ആർജവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം കൈവിടില്ല എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ വായ് മൂടി കെട്ടുവാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.